संदेश सुनाए तपस्वी वही। अपने स्वमान के आसन पे रह के खुद पे करे जो अनुशासन, उनके लिए ही है इस संगम पर प्रभु के दिल का सिंहासन। अपने स्वमान के आसन पे रह के खुद पे करे जो अनुशासन। ओम शांति। तो सभी ने एक दूसरे को आत्मिक दृष्टि से देखा, है ना, और उसके बाद एक दूसरे को गुड विशेस भी दी। तो जब आपको गुड विशेस मिल रही थी तो अच्छा लग रहा था, फील हो रहा था। जब पढ़ी तो और भी अच्छा लगा, है ना। तो जैसे हमको अच्छा लगा, ऐसे जब हम दूसरों को देंगे तो उनको भी अच्छा लगेगा। तो जब उनको अच्छा लगेगा तो वो क्या रिटर्न में देंगे? दुआएं देंगे, है ना। तो जिसको बाबा कहता है दुआएं दो, दुआएं लो। ഉച്ചയ്ക്ക് നാം എല്ലാവരും അത് അനുഭവം ചെയ്തതാണല്ലോ. ഒന്ന്, നമ്മൾ പരസ്പരം സഹോദര ദൃഷ്ടിയിലൂടെ കാണാനുള്ള അഭ്യാസം ചെയ്തു. അതിനുശേഷം പരസ്പരം അവരെക്കുറിച്ചുള്ള ശുഭഭാവന എഴുതിപ്പിച്ചു. ശേഷം അവർക്കത് കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർക്ക് ശുഭഭാവന കൊടുക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അതിലൂടെ സന്തോഷം അനുഭവം ചെയ്യുന്നുണ്ട്, കിട്ടുന്നവർക്ക് അതിൻ്റെ സന്തോഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ തിരിച്ചതിൻ്റെ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത് ആശീർവാദമാണ്. അതാണ് ബാബ പറയാറുള്ളത്, ആശീർവാദം കൊടുക്കൂ, ആശീർവാദം നേടൂ എന്നുള്ളത്. हम सुबह ड्रामा की बात कर रहे थे, तो ड्रामा के कई जो बाबा शब्द कहता है उसका क्या गहरा अर्थ है वो हमने समझा कि ड्रामा कैसे एक्यूरेट है, ड्रामा कैसे कल्याणकारी है, कैसे वाह वाह ड्रामा है ना। ऐसे कई पॉइंट्स हमने समझे। उसी तरह से बाबा कई बार कहता है कि ड्रामा की ढाल, बाबा ड्रामा को ढाल कहता है ना। ढाल समझते हैं, एक जो योद्धा होता है तो योद्धा के हाथ में एक तलवार होती है और एक ढाल होती है. പരിചയം. അതായത് നമ്മൾ രാവിലെ മുതൽ ദീദി നമ്മളെ കൊണ്ട് ഡ്രാമയെക്കുറിച്ചുള്ള ബാബ ഡ്രാമയെക്കുറിച്ച് പ്രയോഗിക്കുന്ന ശബ്ദങ്ങളുടെ ഗഹനമായിരിക്കുന്ന ആ ഒരു അർത്ഥ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അതിൽ ഡ്രാമ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഡ്രാമ മംഗളകാരിയാണെന്ന് പറയുന്നതും, ഡ്രാമ ബിന്ദു ഇടാൻ വേണ്ടിയിട്ട് പറയുന്നതും, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തനങ്ങളിലേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്തു. അതിൽ ബാബ പറയാറുള്ള മറ്റൊരു വാക്കാണ് ഡ്രാമ ഡാൽ എന്ന് പറയും. അതായത് ഡ്രാമ ഒരു പരിചയ പോലെയാണെന്ന് പറയാറുണ്ട്. യുദ്ധത്തിൽ പ്രയോഗിക്കുന്ന ഒരായുധമാണ് അത്, വാളിനൊപ്പം പരിചയം ഉണ്ടായിരിക്കില്ല അത്. അപ്പം അതെങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തനം ചെയ്യേണ്ടത്. तो उसी तरह से हम सब भी रूहानी योद्धा हैं, तो हमारे पास भी ज्ञान तलवार भी है और ड्रामा की ढाल भी है. നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ആത്മീയ യോദ്ധാക്കളാണ്. അപ്പം നമ്മുടെ കയ്യിലും കൂടി ജ്ഞാനത്തിൻ്റെ വാളും ഉണ്ട്, അതുപോലെ ഡ്രാമ എന്ന പരിചയമുണ്ട്. अब हमारे ऊपर जो वार होते हैं वो ज़्यादातर माया के ही वार हैं, क्योंकि बाबा ने कहा है कि
पांडवों की युद्ध माया के साथ है, कौरवों की युद्ध कौरवों के साथ है और यादवों की युद्ध यादवों के साथ है. അപ്പോൾ ബാബ നമ്മളോട് പറയാറുണ്ട്, യോദ്ധാക്കളാണല്ലോ നമ്മൾ, അപ്പം നമ്മുടെ യുദ്ധം ആരോടാണ്? അപ്പം നമുക്ക് നേരെ വരുന്ന യുദ്ധം മായയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത്, പാണ്ഡവരുടെ യുദ്ധം മായയോടും അതുപോലെ തന്നെ കൗരവരുടെ യുദ്ധം കൗരവർക്കിടയിലും യാദവരുടെ യുദ്ധം യാദവർക്കിടയിലാണ്. अब माया हमारे पास हमारे पर कैसे वार करती है ना. दुनिया में तो ही चीजें हैं, व्यक्ति और वस्तु, है ना. या तो कोई व्यक्ति के द्वारा हमारे ऊपर वार होता है, वो व्यक्ति मैं खुद भी हो सकती हूँ. അതായത് യുദ്ധം ആർക്കിടയിലായിരിക്കാണ്. അപ്പം നമുക്കിടയിൽ യുദ്ധം വരുന്നത് ഏതിൻ്റെ കാരണത്താലായിരിക്കും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി ആയിരിക്കും അതിന് കാരണക്കാരനാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളായിരിക്കാം. एक है दूसरे के संस्कारों द्वारा मेरे ऊपर वार हो रहा है, एक मेरा अपना ही संस्कार मुझको मेरे ऊपर वार कर रहा है. അതായത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവരുടെ ചിലപ്പോൾ സംസ്കാരമായിരിക്കാം നമുക്കൊരു യുദ്ധമായിട്ടൊരു തടസ്സമായിട്ട് വരാറുള്ളത്. ചിലപ്പോഴൊക്കെ എൻ്റെ തന്നെ പഴയ സംസ്കാരങ്ങൾ എനിക്കുള്ളിൽ തന്നെ യുദ്ധമായിട്ട് മാറാറുണ്ട്. तो एक योद्धा जब युद्ध करता है तो वो अपने शरीर को बचाता है, चाहे तलवार से, तलवार का जवाब तलवार से देकर या ढाल से अपने आप को वो अपने देह को बचाता है. ഇപ്പോൾ സാധാരണ ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിൽ തൻ്റെ ശരീരത്തെയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഒന്നില്ലെങ്കിൽ വാളുകൊണ്ട് വാളിനെ തടയും, അല്ലെങ്കിൽ തൻ്റെ മറ്റേ കയ്യിലുള്ള പരിച കൊണ്ടും അതിനെ തടയാറുണ്ട്. കാരണം തൻ്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ സ്വരക്ഷ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. हमको जो हमारी युद्ध माया के साथ है, हमें अपनी अवस्था को बचाना है. അപ്പം ഇവിടെ നമ്മുടെ യുദ്ധം വ്യക്തികളായിട്ടല്ല, ഇവിടെ നമ്മുടെ യുദ്ധം മായയോടാണ്. അപ്പം നമ്മളിവിടെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ അവസ്ഥയാണ്. അവസ്ഥയ്ക്കൊന്നും സംഭവിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. अब मेरी अवस्था, जैसे आज बाबा ने कहा कि आपकी अवस्था ऐसी हो कि अंत में एक बाबा के सिवाय कोई याद ना आए, है ना. तो ये जो जिसको बाबा कर्मातीत अवस्था कहता है कि आपको अपनी कर्मातीत अवस्था बनानी है, तो जब हम अपनी कर्मातीत अवस्था, कई बार ऐसा होता है हमारी अवस्था बहुत अच्छी होती है, लेकिन माया का वार होने से हमारी अवस्था ഡൗൺ ഹോ ജാതി ഹൈ. ബാബ പറയാറുണ്ട്, കുട്ടികളെ നിങ്ങളുടെ അന്തിമ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാബയുടെ ഓർമ്മയില്ലാതെ മറ്റാരുടെയും ഒന്നിൻ്റെയും ഓർമ്മ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മായ ആ അവസ്ഥയെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രഹരം അഥവാ യുദ്ധമായിരിക്കും നമുക്കിടയിൽ കൊണ്ടുവരിക. अवस्था खराब होना आप समझते हैं कि अशांत हो जाते, हलचल में आ जाते, उदास हो जाते, भयभीत हो जाते, घबरा जाते, तनाव में चले जाते, है ना, कि ये चिंता में चले जाते. ऐसे अनेक प्रकार से कोई बातें आती तो हमारी अवस्था जो है वो, जो हमारा लक्ष्य है कर्मातीत अवस्था तक पहुंचने का, तो उस मंजिल से हम फिर से क्या होता, 10 कदम आगे चलते तो 5 कदम पीछे हो जाते. അപ്പോൾ ബാബ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കുട്ടികളോട് ആവശ്യപ്പെടാറുള്ളത്, ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, ആ കർമാതീത അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബാബയില്ലാതെ മറ്റൊന്നിൻ്റെ ഓർമ്മ എത്തരുത്. അപ്പം അതിലേക്ക് എത്താനുള്ള നമ്മുടെ പ്രയത്നത്തിൽ നമ്മൾ എത്തിച്ചേരാൻ നിൽക്കെ തന്നെ മായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് അത് ബാധിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പരിതസ്ഥിതികളിൽ പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ വളരെയധികം ചിന്താഗ്രസ്തരായി മാറും, ചിലപ്പോൾ വിഷമത്തിലേക്ക് പോകും. പല വിധത്തിലും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നീങ്ങി പോകാറുണ്ട്. 5 कदम पीछे तो फिर भी चलो, लेकिन कई तो बहुत पीछे चले जाते. 10 कदम आगे चढ़े हैं तो 50 कदम पीछे चले जाते.
ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. 10 അടി മുന്നോട്ട് വെച്ചത് ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സതിനെ തരണം ചെയ്യാൻ പറ്റാതാകുന്ന അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 10-ൽ നിന്ന് 5-ലേക്ക് പുറകിലേക്ക് വരും. അതൊക്കെ ഓക്കെ, അത് എങ്ങനെയെങ്കിലും നമുക്ക് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ പലപ്പോഴും നമ്മളുടെ അവസ്ഥ അത്രയും താഴോട്ട് പോകും. 10 അടി മുന്നിൽ വെച്ചത് പിന്നെ 50 അടി പുറകിലേക്ക് നീങ്ങിപ്പോകാറുണ്ട്. और हम सब जानते हैं कि संगम युग की अब घड़ियां समाप्ति के करीब हैं. अगर हम ऐसे ही चलते रहेंगे तो आज जो बाबा ने कहा अंत मते सो गति, तो उस गति को तो हम प्राप्त नहीं कर पाएंगे इस स्पीड से. അപ്പം നമ്മൾ ഈ സ്പീഡിലാണ് പോകുന്നെങ്കിൽ 10 അടി മുന്നോട്ട് വെച്ച് പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ 50 അടി പുറകിലേട്ടേക്ക് പോവുകയാണെങ്കിൽ ബാബ ഓരോ നിമിഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുട്ടി സംഗമയുഗത്തിൻ്റെ സമയം ഇതാ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്, അത് സമാപ്തിയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ബാബ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ശബ്ദമുണ്ട്, ഏതുപോലെ മനസ്സിൻ്റെ അവസ്ഥ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഗതി ഉണ്ടാവുക, പിന്നെ അടുത്ത ജന്മം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ഈ സ്പീഡിലാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ഗതിയിലേക്കാ പോവുക? और बाबा कहता है डबल तीव्र पुरुषार्थी बनो. ബാബ പറയാറുണ്ടല്ലോ ഡബിൾ തീവ്ര പുരുഷാർത്ഥി ആകണമെന്ന്. तो डबल तीव्र पुरुषार्थी बने, हमारी अवस्था खराब ना हो, तो उसके लिए बाबा कहता है ड्रामा की ढाल को यूज करो. अब वो कैसे यूज करनी है वो हम आपको बताते हैं. ഇപ്പോൾ ഡബിൾ പുരുഷാർത്ഥി ആകണം, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ബാബ പറയാറുണ്ട് എപ്പോഴും ഡ്രാമയെ ഒരു പരിചയ പോലെ തൻ്റെ കൂടെ വെക്കൂ. അപ്പം അതെങ്ങനെയാണ് ഡ്രാമയെ അപ്രകാരത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത്, യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. अब मेरे पास ज्ञान तलवार भी है और ड्रामा की ढाल भी है ना. अब कई बार क्या होता है, कोई बात ऐसी आती है हमारे सामने, मैंने बताया ना, कोई व्यक्ति या वस्तु से ही बात आएगी, किसी से भी आए, ज्ञानी से आए, अज्ञानी से आए, महारथी से भी आए, बड़े बड़े महारथियों से भी माया हमारे सामने आ जाती है, कहीं से भी आए. लेकिन अब कई बार तो हम ज्ञान से उसको काट देते हैं बात को, है ना, कि भाई हाँ ज्ञान से हमको उत्तर मिल जाता है कि भाई ठीक है, ये जो आत्मा है ये कमजोर आत्मा है या अज्ञानी आत्मा है. हम इस तरह से या अपने आप को ज्ञान तलवार से व्यर्थ संकल्पों को खत्म कर देते हैं. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ ജ്ഞാനത്തിൻ്റെ വാളും ഉണ്ട്, അതേ സമയത്ത് ഡ്രാമ ഭാവജ്ഞാനം നൽകി ആ പരിചയം കയ്യിലുണ്ട്. അപ്പം ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടും. കൂടുതലും വ്യക്തികളുടെ രൂപത്തിലായിരിക്കും വരിക. അത് ഏത് വശത്തുനിന്ന് വേണമെങ്കിലും വരാം. ചിലപ്പോൾ ജ്ഞാനികളുടെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ വരാം, അജ്ഞാനിയുടെ ഭാഗത്തുനിന്നും വരാം, ചിലപ്പോൾ മഹാരഥികളുടെ ഭാഗത്തുനിന്നും വരാം. ഏത് രൂപേണ വേണമെങ്കിലും നമ്മളുടെ മുന്നിൽ അത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ജ്ഞാനമുള്ളത് കൊണ്ട് തന്നെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതിനെ നീക്കം ചെയ്യാം, അതിനെ വെട്ടി മാറ്റിയിരിക്കാം. ഏത് രൂപത്തിൽ കുഴപ്പമില്ല, ആ വ്യക്തിക്ക് എന്താണ് അവരുടെ ബലഹീനത അതാണ്, അവരുടെ ദുർബലത അതാണ്, ആ കാരണം കൊണ്ട് ആ ബലഹീനതയ്ക്ക് വശമായി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിന്ന് ആ രൂപത്തിൽ ചിന്തിച്ച് അതിനെ ചിലപ്പോൾ നമുക്ക് വാളുകൊണ്ട് അതിനെ മുറിച്ച് മാറ്റായിരിക്കാം. अर्थात अपनी अवस्था को खराब होने नहीं देते हैं. लेकिन कई बार आपने देखा होगा आपके सामने ऐसी बातें आती हैं, है ना. उदाहरण के तौर पर आप देखें कि आपसे जो बड़े हैं, महारथी हैं, है ना, वो आपके साथ कुछ ऐसा व्यवहार करते हैं, या कोई भी ऐसी सिचुएशन आपके सामने आती है जिसका आपके पास ज्ञान से उत्तर नहीं मिल रहा है, ज्ञान भी वहाँ पर समझ में नहीं आ रहा है, तो वहाँ पर बाबा कहता है ड्रामा की ढाल को यूज करो. कि ड्रामा എന്നാൽ ചില പ്രശ്നങ്ങൾ, ചില സിറ്റുവേഷൻസ് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരമില്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദീദി പറയുകയാണ്, നമ്മളെക്കാളും മുതിർന്നവർ മഹാരഥികൾ, അപ്പോൾ അവരത്രയും ജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും അത്ര ശരിയായ രീതിയിലല്ല
നമുക്ക് കിട്ടിയതെങ്കിൽ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കവിടെ ജ്ഞാനം കൊണ്ട് പ്രയോഗിക്കാനോ അഥവാ ജ്ഞാനത്തിലൂടെ അതിന് ഉത്തരം കാണാനോ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അപ്പം അവിടെയാണ് ബാബ പറയുന്നത് ഡ്രാമയെ പരിചയയുടെ രൂപത്തിൽ അതിനെ പ്രയോഗിക്കൂ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ അവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. जैसे आपने देखा होगा कि जब योद्धा युद्ध करता है तो कई बार जो दूसरा योद्धा है उस पर इतना स्ट्रांग वार करता है कि उसके हाथ से तलवार भी गिर जाती है. ചില സന്ദർഭങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. രണ്ട് യോദ്ധാക്കളുടെ ഇടയിൽ യുദ്ധം നടക്കുമ്പോൾ, വാളും കൊണ്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ആ എതിരാളി അത്രയും ശക്തനായിരിക്കും, എൻ്റെ കയ്യിലുള്ള വാളിനെ പോലും തട്ടിത്തെറിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കയ്യിൽ നിന്ന് വാള് പോലും വീണു പോകുന്ന സാഹചര്യം. फिर वो क्या करता है कि अपने आप को जो ढाल है उससे ही अपने आप को दुश्मन के वार से बचाता रहता है. അപ്പൊ ശത്രുവിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാള് കയ്യിലില്ല. അപ്പൊ അടുത്തത് എന്താണ്? പരിചയം കൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. उसी तरह से कई बार माया का हमारे ऊपर इतना जोर से वार होता है कि हमारी बुद्धि से ज्ञान ही प्रायलोप जैसे हो जाता है. मानो ज्ञान से हम ज्ञान उस समय समझ में नहीं आता है. അതുപോലെ തന്നെയാണ് നമുക്കിടയിൽ വരുന്ന പല സന്ദർഭങ്ങളും പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കയ്യിൽ പരിചയം ഉണ്ടാകും, പക്ഷെ ബുദ്ധിയിലുള്ള ജ്ഞാനം എന്താകും? ചിലപ്പോൾ തെറിച്ചു പോകും. പറഞ്ഞാൽ ആ സമയത്ത് ബുദ്ധിയിലെ ജ്ഞാനം പോലും പ്രവർത്തിക്കാതാകും. നമുക്ക് ആ സമയത്ത് ഓർമ്മ പോലും ഉണ്ടാവില്ല. ऐसा अनुभव होगा कि कई बार ऐसा जोर से माया का वार होता है कि ज्ञानी आत्मा भी जैसे लगता है कि जैसे कि इसके अंदर ज्ञान की कमी हो गई है, या खुद भी हमको फील होता है कि इस समय जैसे मेरे को ज्ञान भी मैं यूज नहीं कर पा रहे हैं. ചിലപ്പോൾ മായയുടെ അത്രയും ശക്തമായിരിക്കുന്ന പ്രഹരം ഉണ്ടായിരിക്കും. അത് ആ ശക്തി കൊണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട് ഇത്രയും വലിയ ജ്ഞാനിയായിട്ട് ജ്ഞാനമില്ലാത്തൊരു പോലെയാണല്ലോ എന്നുള്ളത്. അതായത് ജ്ഞാനം ഉണ്ടായാലും ആ സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ ജ്ഞാനം തെളിയണമെന്നില്ല. लेकिन एक शब्द ज्ञान का ड्रामा तो याद रख सकते हैं ना. ഒന്നും ഓർമ്മയില്ല എങ്കിൽ ദീദി പറയുന്ന അറ്റ്ലീസ്റ്റ് ഡ്രാമ എന്നുള്ളതെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മ ഉണ്ടാകണമല്ലോ. तो बाबा कहता है उस समय और कुछ नहीं, ड्रामा की ढाल यूज करो. ज्ञान से आपको ज्ञान तलवार नहीं चल रही है उस समय आपकी, तो ड्रामा शब्द को उस समय ढाल की तरह यूज करके अपनी अवस्था को खराब होने नहीं दो. അപ്പോൾ വാളേതായാലും നമ്മുടെ ആ സമയത്ത് ബുദ്ധിയിൽ തെളിയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് ബാബ പറയുന്നത് ഡ്രാമയാകുന്ന ആ പരിചയെ നിങ്ങൾ തൻ്റെ അവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി, തൻ്റെ അവസ്ഥ മോശമാകാതിരിക്കാൻ വേണ്ടി, ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ഡ്രാമ എന്ന ശബ്ദത്തിൻ്റെ പ്രയോഗം ചെയ്യും. क्लियर हुआ ये बात कि कैसे हमें अगर ज्ञान तलवार नहीं चलती तो ड्रामा की ढाल को हमें यूज करके मेन है कि मुझे अपनी अवस्था खराब होने नहीं देनी है. तभी हम तीव्र पुरुषार्थी बन मंजिल तक पहुंच पाएंगे. जो बाबा ने कहा है कर्मातीत अवस्था बाप समान अवस्था बनानी है. അപ്പം ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയിൽ വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. അതായത് ഡ്രാമ എങ്ങനെയാണ് പരിചയം എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത്. കാരണം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്ര വലിയ പരീക്ഷണം വന്നാലും തൻ്റെ അവസ്ഥയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവസ്ഥ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക്, അതായത് ഡ്രാമയെ പരിചയം പോലെ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ബാബ പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, കർമാതീത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. हम सब जानते हैं यज्ञ इतिहास में कि जब मम्मा अव्यक्त हुई तो संदेशी जब बाबा के पास जाती थी तो बाबा को वतन में उसको क्या लिखा हुआ मिलता था? ड्रामा. बाबा क्या उत्तर देता था? ड्रामा.
അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് യജ്ഞ ഇതിഹാസത്തില് മമ്മ എപ്പോഴാണ് ശരീരം വിട്ടത്, അപ്പൊ സന്ദേശി വദനത്തില് സന്ദേശം കൊണ്ടുവരാൻ പോയപ്പോൾ അവിടെ മറ്റൊന്നും കാണപ്പെട്ടില്ല, കേവലം ഡ്രാമ എന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ, കേവലം ഡ്രാമ എന്ന് മാത്രം. क्योंकि उस समय जो ब्राह्मण थे, ब्राह्मण परिवार था और मम्मा तो यंग थी और सरस्वती दुर्गा, तो कोई से भी ज्ञान से भी स्वीकार नहीं हो रहा था कि मम्मा क्यों चली गई, बाबा ने मम्मा का पार्ट इतना छोटा क्यों रखा. ഇപ്പൊ യജ്ഞത്തില് പ്രായം കുറഞ്ഞ സമയമാണല്ലോ മമ്മയുടേത്. ഇപ്പൊ ആ ചെറുപ്പ പ്രായത്തിൽ തന്നെ ശരീരം വിട്ടപ്പോൾ മമ്മ ദുർഗയാണ് സരസ്വതിയാണെന്നല്ലേ ബാബ പറഞ്ഞത്. അപ്പൊ അത്രയും ആ ഒരു പവർ മമ്മയിൽ ഉണ്ടായിട്ടും യജ്ഞത്തിലുള്ള എല്ലാ ബ്രാഹ്മണർക്കും അതൊരിക്കലും സ്വീകാര്യമല്ലായിരുന്നു, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സത്യമായിരുന്നു. മമ്മ ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് പോയി, ബാബ എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് മമ്മയെ കൊണ്ടുപോയി എന്നുള്ളത്. क्योंकि मम्मा तो योगी थी. अब थोड़े दिन पहले भी बाबा ने कहा कि योग से आपकी आयु बढ़ सकती है. अब सबको प्रश्न उठता कि भाई मम्मा जैसी योगिन तो कोई नहीं थी, तो मम्मा की छोटी उम्र में शरीर कैसे छोड़ दिया. तो बाबा ने उस मुरली में भी कहा है, बाकी अगर ड्रामा में है तो ड्रामा की भावी. അതായത് അവിടെ ചോദ്യം വരുമല്ലോ. ബാബ നാലത്തെ മുരളിയിൽ പോലും പറഞ്ഞിരുന്നു, എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്ന അത്രയും നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടുമെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും ബ്രാഹ്മണ കുട്ടികളുടെ മനസ്സിൽ ആ ചോദ്യം വരും, എത്രമാത്രം യോഗിയാണ് മമ്മ, അത്രയും യോഗിയായിരുന്ന മമ്മ എന്തുകൊണ്ട് ദീർഘായുസ് ഇല്ലാതെ ഇത്രയും പെട്ടെന്ന് പോയി എന്നുള്ള ചോദ്യം വരില്ലേ. പക്ഷെ മുരളിയിൽ ബാബ മറ്റൊരു ഉത്തരവും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രാമയിൽ ആർക്ക് ഏത് പാർട്ട് ഏത് സമയത്തുണ്ട് അതുവരെ അത് ക്ലോസ് ആകും, ഒരു പോകുന്നുള്ളത് വരെ അതിൽ ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ബാബ. ऐसे ही जब दीदी भी हॉस्पिटल में गई, बात तो कोई बड़ी नहीं थी, मनमोहिनी दीदी, तो वहां पर दीदी ने शरीर छोड़ दिया और डॉक्टर का नाम था भगवती. तो बाबा ने क्या संदेश में दिया, ना भगवान का दोष ना भगवती का दोष, ड्रामा. അതുപോലെ തന്നെ നമുക്കറിയാം മൻമോഹിനി ദീദി നമുക്ക് കേൾക്കാറുണ്ട്, ഇന്നലെയും കൂടി ചരിത്രത്തിൽ പറഞ്ഞല്ലോ പ്രകാശ് മണി ദാദിയോടൊപ്പം. അപ്പൊ ആ ദീദിക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയൊരു എന്തോ ഒരു കാരണത്താൽ ആശുപത്രി കൊണ്ടുപോയാൽ പിന്നെ കൊണ്ടുവന്നില്ല, കാരണം അവിടെ തന്നെ ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ദീദിയെ പരിപാലിച്ചത് അവിടുത്തെ ഡോക്ടറുടെ പേരായിരുന്നു ഭഗവതി എന്ന്. അപ്പൊ ദീദിയെ ശരീരം വിട്ടതിന് ശേഷം സന്ദേശം കൊണ്ടുവന്നപ്പോൾ ബാബ സന്ദേശം അയച്ചത് ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാന്റെ കുറ്റവുമല്ല, അത് ഭഗവതിയുടെ കുറ്റവുമല്ല, അത് ഡ്രാമയിൽ ആ പാർട്ട് അത്രയേ ഉള്ളൂ. तो ये जैसे बाबा भी ड्रामा यूज करता, हर जगह तो बाबा ज्ञान से बात सिद्ध नहीं करता, तो इसीलिए हमें भी कोई बात नहीं समझ आती या उसका ज्ञान से उत्तर नहीं मिलता, तो हमारा लक्ष्य है हमारी अवस्था एक रस रहे, अचल अडोल रहे, तो ड्रामा कहकर आगे बढ़ जाना चाहिए या ड्रामा की ढाल से अपनी अवस्था को हमें बचाना है. ഇപ്പൊ ബാബയും കൂടി പലപ്പോഴും ജ്ഞാനത്തിലൂടെ പൂർണ്ണ ഉത്തരം കൊടുക്കാൻ പറ്റാത്തൊരു എല്ലാം ജ്ഞാനത്തോടെ പറയാൻ പറ്റാതാകുമ്പോൾ ബാബയും കൂടി അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഡ്രാമ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളും കൂടി ജ്ഞാനം കൊണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഏതാണ്, ഡ്രാമ. അതായത് അർത്ഥവത്തായിട്ടുള്ള ഡ്രാമ, അല്ലാണ്ട് വെറുതെ ഡ്രാമ എന്നല്ല, ഡ്രാമ എന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോവുക തന്നെ വേണം. अब हम देखते हैं कि ड्रामा की ढाल कईयों को अगर यूज नहीं करते हैं तो निश्चय बुद्धि से संशय बुद्धि भी बन जाते हैं. ഇപ്പോൾ ഡ്രാമ ആകുന്ന പരിചയം ഏതുണ്ടോ അതിന് യഥാർത്ഥ രൂപത്തിൽ വിധിയിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ബ്രാഹ്മണരിൽ നിശ്ചയബുദ്ധിയിൽ നിന്ന് സംശയബുദ്ധിയുള്ളവരായി മാറുന്ന സാഹചര്യവുമുണ്ട്. आपको उसका एक उदाहरण देते हैं. हमारे पास एक बहुत बड़े आईएएस ऑफिसर आते थे. बाबा के बहुत अनन्य बच्चे, बहुत निश्चय बुद्धि,
बाबा से उनको बहुत प्राप्तियां हुई और बहुत उन्होंने त्याग भी किया और यज्ञ में बहुत मदद भी करी। बहुत ही मुरली सुनना, बहुत अच्छे माना बाबा के बड़े ऑफिसर थे दिल्ली के, तो वो बाबा के घर आते थे और हर साल बाबा से मिलने जाना। बहुत ही अच्छा भाई बाबा का। ദീദി പറയാണ്, അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ദീദിയുടെ സെൻറ്ററിൽ ഒരു ബാബയുടെ കുട്ടി, പക്കാ കുട്ടിയാണ്, IAS ഓഫീസറാണ്. എന്ന് വെച്ചാൽ ബാബയുടെ അത്രയധികം സ്നേഹമുണ്ട്. മുരളി ഡെയിലി കേൾക്കാനും വരും. എല്ലാ വർഷവും ബാബയുടെ മിലനത്തിന് പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അനന്യ ആയിരിക്കുന്ന, അത്രയും ബാബയുടെ സ്നേഹിയായിരിക്കുന്ന, യജ്ഞസ്നേഹിയായിരിക്കുന്ന ഒരു സഹോദരൻ. हम सब जानते हैं कि बाप दादा 2017 के बाद बाप दादा का पाठ पूरा हो गया. നമുക്കറിയാം 2017 തന്നെ ബാബ്ദാദയുടെ വരവ് നിന്നിരുന്നു. 2017 ആയിരുന്നു ലാസ്റ്റ്. अब वो जो भाई थे, अब वो जब गुलजार दादी का ऐसा देखा उन्होंने और शरीर देखा, तो मेरे से एक ही बात बोलते थे, एक ही बात पे उनको आता था कि बाबा किसी और के शरीर में क्यों नहीं आता. ഇപ്പൊ 2017 കൂടി ബാബ്ദാദ വരുന്നത് നിന്നല്ലോ. ആ പാർട്ട് അവിടെ പൂർണ്ണമായി എന്നല്ല, എന്നാലും നിന്ന്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഉള്ളിൽ ഓരോ സങ്കല്പം വരാൻ തുടങ്ങി. ദീദിയോട് പറയാൻ തുടങ്ങി. ശരിയാണ്, ഇപ്പോൾ ഗുൽജാർ ദാദിയുടെ അവസ്ഥയെല്ലാം കാണാൻ തുടങ്ങിയല്ലോ. പതിയെ 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 ആ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ സഹോദരൻ ചോദിക്കാൻ തുടങ്ങി, ബാബയ്ക്ക് അങ്ങനെയാണെങ്കിൽ വേറൊരു ശരീരത്തിൽ വന്നൂടെ എന്നാണ് ചോദ്യം. तो हमने उनको कई बार समझाई ये बात कि ड्रामा में इतना ही है, 2 ही नंदी हैं और टीचर ने अपना सिलेबस पूरा कर दिया है. अब ड्रामा पूरा हो गया है तो अभी बाबा को पढ़ाने की जरूरत नहीं है, उसने बहुत पढ़ा दिया है. तो इसीलिए और ड्रामा बाबा को आना होगा तो आएंगे, बाकी ड्रामा. लेकिन उस आत्मा को यही बात पे संशय आ गया और ज्ञान छोड़कर चले गए. അത്രയും പക്കയായിരുന്ന ആ കുട്ടി ഈ ഒരു കാരണത്താൽ മനസ്സിൽ സംശയം വന്നു. ബാബ ഭഗവാനാണല്ലോ, അപ്പൊ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ശരീരത്തിലേക്ക് വരാമെന്നുള്ളത്. അപ്പൊ ദീദി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, ഡ്രാമയിൽ ബാബയ്ക്ക് വരാനുള്ള 2 നന്ദിയാണ്. ഒന്ന് ബ്രഹ്മബാബ, ഒന്ന് ഗുൽജാർ ദാദിയുടെ ശരീരം. ബാക്കി ബാബയുടെ പാർട്ട് അവിടെ പൂർണ്ണമാവുകയാണ്. കാരണം ശിക്ഷകനാണ് ബാബ എങ്കിൽ പഠിപ്പിക്കേണ്ട എന്തെല്ലാം വേർഷൻസ് ഉണ്ട് അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് എല്ലാ സിലബസും പൂർത്തിയാക്കി. ഇനി കൂടുതൽ പറഞ്ഞു തരാൻ വേറൊന്നുമില്ല. അപ്പൊ ബാബ ഇപ്പൊ വരുന്നില്ല എങ്കിൽ ചിലപ്പോൾ വരില്ല എന്നില്ല, ബാബയ്ക്ക് വരണം എന്ന് വിചാരിച്ച ബാബയ്ക്ക് വരാം. പക്ഷെ എല്ലാം ഡ്രാമയിലുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ആ സഹോദരന് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിശ്ചയബുദ്ധിയുള്ള കുട്ടി പിന്നീട് ബാബയെ വിട്ടുപോയി, ज्ञानम विटुपोई. जबकि उनको अनगिनत अनुभव हुए बाबा से और उनके पास जो बड़े बड़े प्रोजेक्ट होते थे उसमें भी बाबा ने उनको अमृत वेला रोज करते थे, उनको टचिंग दी, बहुत प्राप्ति. और खुद कहते थे कि दुनिया को बताते थे कि यहाँ पर मुझे ये, और उनको कई बार बाबा ने बचाया भी क्योंकि बड़े ऑफिसर थे तो उनको अनुभव बहुत थे. लेकिन फिर भी माया, ओहो माया. അതായത് അത്രയും വലിയ വ്യക്തിയാണെങ്കിലും ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ്, വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന അത്രയും വലിയൊരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ആ തിരക്കിൻ്റെ ഇടയിലും ബാബയുടെ മുരളി കേൾക്കുന്നതിലോ അഥവാ അമൃത് വേള യോഗ ചെയ്യുന്നതിലോ യാതൊരു മുടക്കം വരുത്താത്തൊരു വ്യക്തി അത്രയധികം പ്രാപ്തികൾ ഉണ്ടാക്കി. ഒരുപാട് സഹയോഗം ബാബയുടെ യജ്ഞത്തിലേക്ക് ചെയ്യുകയും അതിലൂടെ ഒരുപാട് പ്രാപ്തികൾ നേടുകയും ലോകത്തോട് തന്നെ ഞാൻ വിളിച്ചു പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിന്റെ സംശയത്തിൽ വന്ന് അത്തരത്തിൽ മായ വന്ന് ബാബയുടെ ജ്ഞാനം വിട്ടു പോവുകയാണ് ചെയ്തത്. मैंने उनको, क्योंकि मैंने ही कोर्स कराया था, मेरे साथ ही वो बाबा ने निमित्त बनाया हुआ था, तो मैंने कई महीनों तक उनको 1 साल तक कोशिश करी, फोन करा, उनको कन्विंस करने की कोशिश करी, लेकिन वो नई कनेक्शन में दोबारा आए. तो फिर मैंने भी कहा ड्रामा.
അപ്പോൾ ദീദിയാണ് നിമിത്തമായത് ആ ആത്മാവിന് ജ്ഞാനം കൊടുക്കാനും ബാബയുടെ കുട്ടിയാക്കാനും ഒക്കെ. ബാബ്ദാദയുടെ മിലനം ചെയ്യുകയും ബാബ പോലും അവർക്ക് അനേക കാരണം സ്റ്റേജിലെല്ലാം പോലെ അപ്പോൾ വരദാനത്തിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള വ്യക്തിയെ ദീദി പിന്നീട് ട്രൈ ചെയ്തു ഒരുപാട് പ്രാവശ്യം. ഏകദേശം 1 വർഷത്തോളം ഫോൺ വിളിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കാനൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടും പിന്നെ ഇവരുടെ കണക്ഷനിൽ വന്നില്ല. അപ്പോൾ ദീദി ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഡ്രാമ. क्योंकि मैं अब अपनी अवस्था थोड़ी ना उनके कारण से खराब कर लूंगी. കാരണം അവിടെ ശ്രദ്ധിച്ചത് ആ കുട്ടിയുടെ കാരണത്താൽ എൻ്റെ അവസ്ഥയ്ക്ക് മോശം സംഭവിക്കരുത്, എൻ്റെ അവസ്ഥയ്ക്ക് അത് ബാധിക്കരുത്, അവിടെയാണ് ശ്രദ്ധിച്ചത്. क्योंकि कई बार क्या होता है कि हम किसी को सही समझाना चाहते हैं, जो पीछे भी बाबा ने कहा, लेकिन उनको नहीं समझ आ रहा. हमने अपनी तरफ से पुरुषार्थ किया लेकिन उनको नहीं समझ आ रहा है, तो हम भी क्या कहेंगे भी ड्रामा में इसका इतना ही पार्ट. ഇപ്പൊ ബാബയും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് മുരളിയിൽ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എത്ര പ്രയത്നം എടുക്കണം ആ കുട്ടിയെ ബാബയുടേതാക്കാൻ, അതോ പോകുന്ന ആത്മാവോട് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാകാം. പക്ഷെ എന്നിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ബാബ പറഞ്ഞിട്ടുണ്ട് വിട്ടേക്ക്, അവരുടെ പുറകെ ഇതാക്കേണ്ട. അപ്പോൾ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറയേണ്ടത് എന്താണ്, അതായത് ഡ്രാമയിൽ ആ ആത്മാവിൻ്റെ പാർട്ട് അത്രയേ ഉള്ളൂ. എടുക്കാനുള്ള പാർട്ട് ഉണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ഇല്ല. कई बार हम देखते हैं कि कई आत्माएं सक्षम हैं, चाहे वो कोई सेवा के लिए तन से, धन से, मन से, कर्मणा से उनके अंदर बहुत सक्षम है. सक्षम समझते हैं माना उनके अंदर दे आर कैपेबल. हाँ, ठीक है. तो लेकिन फिर भी वो नहीं करते. कर सकते हैं लेकिन नहीं करते हैं. अब वहां क्या करेंगे? പലപ്പോഴും അങ്ങനെയുള്ള ബാബയുടെ മക്കളുണ്ട്, ബ്രാഹ്മണ കുട്ടികൾ. അതായത് അവർക്ക് എല്ലാ കഴിവുണ്ട്. പറഞ്ഞാൽ മനസ്സുകൊണ്ട് മനസ്സാ സേവ ചെയ്യാനും പറ്റും, വാക്കുകൊണ്ട് വചനസേവ ചെയ്യാനും പറ്റും. ബാബയുടെ സേവയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ധനസേവയാകട്ടെ ശരീരസേവയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന കഴിവ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അവർ ചെയ്യാറില്ല. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എന്ത് പറയും? उनके पास कई हम देखते हैं उनके पास समय भी है, चाहे तो वो अपना समय सफल कर सकते हैं, लेकिन फिर भी वो बाबा के घर सहयोगी नहीं बनते हैं. कोई ना कोई बहानेबाजी कर कर अपने समय को, अपने संकल्पों को, तन को, धन को, मन को सफल नहीं करते हैं. ചിലവർ അങ്ങനെയുണ്ട്, ഒരുപാട് സമയം അവർക്ക് ഉണ്ടാകാം. പറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ബാബയുടെ കാര്യത്തിൽ അവർക്ക് വന്ന് സഹയോഗം നൽകാൻ പറ്റുന്ന അത്തരത്തിലുള്ള ബാബയുടെ കുട്ടികളായിരിക്കാം. അപ്പോൾ സമയമുള്ളവർക്ക് സമയം കൊണ്ടെങ്കിലും അവരുടെ സമയത്തെ സഫലമാക്കാം, മനസ്സുകൊണ്ട് സങ്കല്പം കൊണ്ട് സഫലമാക്കാം, അഥവാ ധനം ഉണ്ടെങ്കിൽ ധനത്തെ സഫലമാക്കാം, അവരുടെ ജീവിതത്തെ എല്ലാ പ്രകാരത്തിലും സഫലമാക്കാൻ പറ്റുമെങ്കിലും അവരത് ചെയ്യാറില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, അവരോട് എന്താണ് പറയേണ്ടത്? अब इसके पीछे क्या राज है? അതിന്റെ പുറകിലെ പിന്നിലെ രഹസ്യം എന്താണ്? हर एक आत्मा बाबा कहता है नंबरवार है. तो वर्तमान में हर एक आत्मा जो भी कर रही है पुरुषार्थ, उसका उसके भविष्य प्रारब्ध से कनेक्शन है. അപ്പം അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഉണ്ടായിട്ട് നമുക്കതിനെ സഫലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദീദി പറയുകയാണ്, ഇന്ന് എന്തെല്ലാം പുരുഷാർത്ഥം ഏതെല്ലാം ബ്രാഹ്മണാത്മാക്കൾ ചെയ്യുന്നുണ്ടോ, ബാബ പറയാറുണ്ട് നമ്പർ വാറാണെന്നുള്ളത്. അപ്പോൾ ഈ നമ്പർ വാർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭാവിയിൽ, അതായത് സത്യുഗത്തിൽ അഥവാ ത്രേതായുഗത്തിൽ അവർക്ക് എന്താണോ പദവി ഉള്ളത്, ആ പദവി അഥവാ പ്രാപ്തി എന്താണ്, പ്രാലബ്ധം എന്താണ്, അതായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് അവർ ഇവിടെ ചെയ്യുകയുള്ളൂ, സംഗമയുഗത്തിൽ ചെയ്യുകയുള്ളൂ. अब बाबा कहता है भविष्य में जो पहली राजधानी है वो 9 लाख की है. अब उस 9 लाख में महाराजा महारानी भी हैं, राजा रानी भी हैं,
साहूकार प्रजा भी है, दास दासियां भी हैं और चंडाल भी है. ഇപ്പൊ ബാബ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സത്യത്തിന്റെ കണക്കെടുത്ത് നമുക്ക് നോക്കുമ്പോൾ അവിടെ 9 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ ബാബ പറയാറുള്ളത്. അപ്പോൾ 9 ലക്ഷം ജനസംഖ്യ ആകുമ്പോൾ അത് എപ്രകാരത്തിലുള്ള പദവിയിലുള്ളവരാകും? അവിടെ മഹാരാജ മഹാറാണി പദവിയിലുണ്ടാകും, അതുപോലെ രാജാറാണി പദവിയിലുള്ളവരുമുണ്ട്, ദാസദാസ പദവിയിലേക്ക് വരുന്നവരുണ്ട്, സമ്പന്ന പ്രജകളിൽ വരുന്നവരുണ്ട്, അതേപോലെ തന്നെ ചണ്ടാള പദവിയിലുള്ളവരും അവിടെ ഉണ്ടാകും. चंडाल भी तो देवी देवता बनेगा, वो भी तो देवता होगा. ചണ്ടാളിനാണെങ്കിലും അവരും ദേവി ദേവതയായിട്ടല്ലേ വരിക ഫസ്റ്റ് യുഗത്തിൽ വരുമ്പോൾ. तो भविष्य में जिसका जो ड्रामा में पार्ट है उस अनुसार ही वो वर्तमान में पुरुषार्थ करेगा. അപ്പൊ ഭാവിയില് ആ ആത്മാവിന്റെ എന്താണോ റോൾ ഉള്ളത് അതിനനുസരിച്ചാണ് വർത്തമാന സമയത്തില് സംഗമയുഗത്തിൽ അവരുടെ പുരുഷാർത്ഥം നടക്കുക. हमारी ड्यूटी क्या है वो हमें समझनी. जैसे जो मैं अपना समझाती अपना कि मेरे को हमेशा ये होता कि बाबा ने निमित्त सीट पर बिठाया है, तो मेरी ड्यूटी है कि जन जन तक को ज्ञान देना और जो भी बाबा के घर आते हैं उनको मोटिवेट करना कि वो ज्ञान में आगे बढ़े, सेवा में लगे, उनके अंदर उमंग उत्साह भरना. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ദീദിയുടെ കാര്യം പറയുകയാണ്, എനിക്ക് ബാബ നിമിത്തമാക്കി ഒരു സീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പം അതിലെൻ്റെ ഡ്യൂട്ടിയാണ് ജനജനങ്ങളിലേക്ക് ബാബയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതും, അതുപോലെ ബാബയുടെ സെൻറ്ററിലേക്ക് വരുന്ന കുട്ടികൾക്ക് ബാബയുടെ ജ്ഞാനം കൊടുത്ത് പാലന കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ബാബയുടെ മക്കളാക്കി മാറ്റി അവരുടെ ജീവിതത്തെ സഫലമാക്കുക എന്നുള്ളതാണ്. अब आप खुद ही सोचिए कि मैं तो अपनी ड्यूटी करूंगी, क्यों? क्योंकि नहीं तो बाबा मेरे से पूछेगा, भाई तुमको ये निमित्त बनाया गया था तो तुम्हारी ये ड्यूटी थी कि तुमको ये करना था. इसलिए ये सोचकर कि मुझे भी बाबा को शक्ल दिखानी है, तो बाबा ये ना कहे कि बच्ची तूने इसके अंदर उमंग उत्साह क्यों नहीं भरा, क्योंकि तेरे को मैंने इस सीट पर बिठाया था. എനിക്കത് നല്ല ഉറപ്പോടുകൂടി അത് ചെയ്യേണ്ടതായിട്ട് വരും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി, ഞാൻ ആ ചുമതല എന്താണ് പെടുത്തിയിരിക്കുന്നത് അത് ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബാബയാണ് എന്നെ നിമിത്തമാക്കി ആ സീറ്റിൽ ഇരുത്തിയെങ്കിൽ നാളെ ഒരു ചോദ്യം ബാബ ഉന്നയിക്കരുത്, എന്തുകൊണ്ട് കുട്ടി ഞാൻ ആ സീറ്റിൽ നിന്ന് ഇരുത്തിയിട്ടും ഇന്ന കുട്ടികളിൽ ഉത്സാഹം നിറച്ചില്ല, അവരെ ശ്രദ്ധിച്ചില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു പരാതി വരില്ലേ? അപ്പം ബാബയ്ക്കാണല്ലോ ഞാൻ മുഖം കാണിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്നെ നിമിത്തമാക്കിയിരിക്കുന്ന സീറ്റിൽ ഞാൻ എന്ത് ഡ്യൂട്ടി ചെയ്യണോ അത് ഡ്യൂട്ടി ഞാൻ ചെയ്തിരിക്കുക തന്നെ ചെയ്യും. लेकिन अगर उस आत्मा का भविष्य में प्रारब्धि नहीं है तो हम कितना भी उसके अंदर उमंग उत्साह भर लें, लेकिन क्योंकि भविष्य प्रारब्ध नहीं है तो वो वर्तमान में वो पुरुषार्थ नहीं करेगा, क्योंकि वर्तमान से ही तो भविष्य बनेगा. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ആ ഒരു ബ്രാഹ്മണ ആത്മാവിൽ അത് ആരില്ലെങ്കിലും ഉണർവുത്സാഹം നിറയ്ക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ അവരെ തയ്യാറാക്കി ശ്രമിക്കാലും അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഭാവിയുടെ പ്രാലബ്ധത്തിന്റെ ആ ഒരു ഭാഗ്യം ആ ആത്മാവിലില്ല. കാരണം വർത്തമാന സമയത്ത് ചെയ്യുന്ന പുരുഷാർത്ഥത്തിന്റെ ആധാരത്തിലാണ് ഭവിഷ്യത്തിലെ പ്രാലബ്ധം പ്രാപ്തി നേടാൻ ആ വ്യക്തിക്ക് ആവുകയുള്ളൂ, ആ ആത്മാവിന് പറ്റുകയുള്ളൂ. लेकिन बाबा ये भी कहता है कि आप पुरुषार्थ करो, मैं 108 की लड़ियां बना दूंगा. ബാബ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തേക്ക്, 108 മണിയിൽ ഞാൻ നിങ്ങളെ എക്സ്ട്രാ ഇതിട്ടിട്ട് ഞാൻ കൂട്ടി ചേർക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ? तो अब आप लोग क्या सोचते हो कि ड्रामा में मुझे भविष्य प्रारब्ध बनानी है 108 की माला में या 16,108 में या जहाँ भी, उससे आगे तो बाबा बोलता नहीं. तो क्या लक्ष्य लेकर हम पुरुषार्थ कर रहे हैं?
അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരും എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? ഭവിഷ്യത്തിലെ ആ പ്രാലബ്ധം നേടാനാണോ, ആ പ്രാലബ്ധത്തിലും ഏത് പ്രാലബ്ധമാണ് നേടേണ്ടതെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആണോ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത്? അതിൽ 108 8 മണികളിലോ അതോ 16,000-ലോ അഥവാ എത്ര മണികളിലാണ്, മാലയുടെ മണിയിലാണ് ഞാൻ വരാൻ വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത് എന്ന് എത്രയായിരിക്കാം? तो 16,108 का लक्ष्य लेकर कर रहे हैं, 108 का लक्ष्य लेकर कर रहे हैं. 108 മണിയിൽ വരാനാണോ അല്ലെങ്കിൽ 16,000-ന്റെ ആ മാലയിലെ മണിയായിട്ട് വരാനാണോ? ഏതാ? जो बाबा दे दे ठीक है. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണിയായാൽ മതി എന്നുള്ള അവസ്ഥയാണോ? यहाँ ये शब्द गलत हो जाएगा. कई कहते हैं नहीं, हम तो दूसरों को चांस दे रहे हैं आगे जाने का. അപ്പൊ അത് പറയാനൊരു മടിയാണ്. ഞാൻ 16,000-ന്റെ അപ്പുറത്ത് 9 ലക്ഷത്തിൽ വരാനൊന്നും ആരും പറയില്ലല്ലോ, ബാബോട്ട് പറയാറുമില്ല. അപ്പൊ നമ്മള് ബാബയോട് എന്താ പറയാ? ഞാൻ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവാണ്. अब बोल तो सकते नहीं, हाथ तो खड़ा कर सकते. 108 വരുന്നവരാരൊക്കെ പുരുഷാർത്ഥം ചെയ്യുന്ന? കൈ ഉയർത്താൻ. ये कौन से हैं? 16,000 वाले? 108 के. हाँ, 108 108 वाले जरा हाथ खड़ा करें, हम भी शक्ल देखें, चेहरे देखें. 108 दोबारा खड़ा करो. हाँ, वेरी गुड, बहुत अच्छा. 16,000 को 16,000 16,000 വരുന്നവര് 16,000 का अच्छा टारगेट लेकर पुरुषार्थ कर रहे हैं. अच्छा, आपको भी बहुत बहुत मुबारक हो. अब इससे नीचे का तो मैं बोलूंगी नहीं. तो बाकी सब क्या टारगेट लेके चल रहे हैं? कोई ऐसे हैं जिन्होंने कहीं हाथ नहीं खड़ा करा? ചിലവർ കൈ ഉയർത്താത്തവരുണ്ടല്ലോ, അവർ പിന്നെ എന്ത് ലക്ഷ്യത്തോടു കൂടിയാ പുരുഷാർത്ഥം ചെയ്യുന്നത്? ഏത് മണിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? 108-ലും ഇല്ല, 16,000-ലും ഇല്ല എങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. एक बार जैल सिंह जी विदेश गए तो उनको जो है, बीच में एक जोक सुनाती, उनको जो है इंदिरा गांधी जी उनके साथ गई. तो इनको इंग्लिश तो इतनी आती नहीं थी. तो उन्होंने, इंदिरा गांधी ने उनको सिखलाया कि जब आपको चाय चाहिए हो तो अपना कप सीधा रखना, और जब नहीं चाहिए हो तो उसको उल्टा कर देना. तो उन्होंने क्या करा? लेटा दिया. तो इंदिरा गांधी ने कहा ये क्या किया? कहते दे दे तो भी ठीक, नहीं दे तो भी ठीक. ഒരിക്കൽ ഇന്ദിരാഗാന്ധിനെ കൂട്ടി ആരാ പോയത്? जैल सिंह. ജയൽ സിംഗ്, അത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇന്ദിരാഗാന്ധിനെ കൂട്ടി ഇങ്ങനെ വിദേശത്ത് പോയപ്പോൾ, അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് അത്ര ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. കൂടെ പോയ ആൾക്ക് ഇന്ദിരാഗാന്ധിക്കോ ഇംഗ്ലീഷ് ആത്താത്ത? जैल सिंह जी को नहीं आता था. തെറ്റിപ്പോയേ, ക്ഷമിക്കുക. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ കൂടെ പോയ വ്യക്തിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ചോദിച്ച് എന്താ ഇപ്പൊ പറയാം? അപ്പൊ ഇന്ദിരാഗാന്ധി യുക്തി ഉപയോഗിച്ച് പറഞ്ഞു, ഒരു കപ്പ് മുന്നിൽ വെച്ച് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കപ്പ് നിവർത്തി വെക്കുക, ആവശ്യമൊന്നും വേണ്ടാന്നാണെങ്കിൽ അതിനെ കമഴ്ത്തി വെക്കുക. അതിനെ അപ്പോൾ പെട്ടെന്ന് ഇന്ദിരാഗാന്ധി കിടത്തി വെച്ചു. അപ്പോൾ അവർക്ക് സംശയം, ഇതെന്തൊക്കെ? ജയൽസിംഗ് ഭായി കിടത്തി വെച്ച് ഈ കപ്പ്. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് ഒരു ഷോക്ക്, ഇതെന്താ ഇങ്ങനെ കിടത്തി വെച്ചേ? പറഞ്ഞു, എനിക്ക് എന്താണ്, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. तो आप भी ऐसे तो नहीं पुरुषार्थ कर रहे, भगवान दे दे तो भी ठीक, ना दे तो भी ठीक. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ ഇവിടെ കൈ ഉയർത്താത്ത കുട്ടികള്? ഭഗവാൻ തന്നാലും കുഴപ്പമില്ല, പദവി തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ അവസ്ഥയിലാണോ പുരുഷാർത്ഥം ചെയ്യുന്നത്? नहीं. इसीलिए वर्तमान में जितना हम सफल कर सकेंगे, कर सकते हैं, वो सफल करें, क्योंकि वर्तमान से ही भविष्य मिलेगा. बाबा कई बार कहता है कि मैं तो दाता हूँ, दाता को क्या चाहिए? मेरा पर्सनल अनुभव है, यज्ञ में शुरू से ही जब भी किसी भी प्रकार से सेवा की अपॉर्चुनिटी मिली है ना, मैंने उसको अपना भाग्य समझा कि ये भगवान ने मुझे
सफल करने का चांस दिया है, भाग्य बनाने का चांस दिया है, इसलिए मुझे इस चांस को खोना नहीं है, क्योंकि भगवान हर एक को चांस भी नहीं देता है, ये हमारा अनुभव है। ഇപ്പോൾ വർത്തമാന സമയത്ത് നമുക്ക് എത്രയൊക്കെ ചെയ്ത് സഫലമാക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഈ സമയത്ത് അത്രയും സഫലമാക്കാനുള്ള ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഇപ്പോൾ ദീദി പറഞ്ഞു തരണം, വർത്തമാനത്തിൽ നമ്മൾ എന്ത് സഫലാക്കുന്നു എന്ത് ചെയ്യുന്നു അതാണല്ലോ നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് ലഭിക്കുക. ഇപ്പം ദീദി സ്വന്തം അനുഭവം പറയാണ്. ദീദി പറഞ്ഞതാണല്ലോ എത്രാം വയസ്സിലാണ് വന്നത്, എപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ട് ബാബയുടെ യജ്ഞസേവനത്തിന് സമർപ്പണമായത്. അപ്പം ആ സമയത്ത് പല സേവനത്തിൻ്റെയും അവസരങ്ങളൊക്കെ ദീദിക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഒന്നിനെയും നോ എന്ന് പറഞ്ഞിരുന്നില്ല ദീദി. അപ്പോൾ മനസ്സിൽ അവർ ഉൾക്കൊണ്ടത് ബാബ ആണല്ലോ എനിക്ക് ഈ അവസരം നൽകുന്നത്, ബാബ ദാതാവാണ്, ദാതാവിന് വേറൊന്നും വേണ്ട, പക്ഷെ ദാതാവ് നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ അത് നമ്മുടേതെല്ലാം തന്നെ സഫലമാക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ദീദി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് ലഭിക്കുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുമായിരുന്നു. तो इसीलिए जो हम वर्तमान में कर रहे हैं, तो अगर कोई आत्मा कर रहा है या नहीं कर रहा है, उसमें भी हमें अपनी अवस्था को खराब नहीं करना है कि जो करेगा सो पाएगा, है ना, जितना करेगा उतना पाएगा, ये ड्रामा का लॉ है. इसलिए हमें कोई सक्षम होते हुए भी नहीं कर रहा है तो उसमें मुझे अपनी अवस्था को खराब नहीं करना है. वो उसका ड्रामा में जो भी पार्ट है, भाग्य है, वो उस अनुसार वो कर रहा है. അതുകൊണ്ട് ദീദി പറയാണ്, ആരെങ്കിലും ചെയ്താലും ശരി ചെയ്തില്ലെങ്കിലും ശരി നമ്മുടെ അവസ്ഥയെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഡ്രാമയിൽ അവർക്ക് നേടേണ്ടതാണെങ്കിൽ അവർ ചെയ്യും. പറഞ്ഞാൽ ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ആര് ചെയ്യുന്നോ അവർ നേടും, ആരെത്ര ചെയ്യുന്നോ അതിനനുസരിച്ച് നേടുകയുള്ളൂ. അപ്പം ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും തൻ്റെ അവസ്ഥയെ ബാധിക്കാതിരിക്കുക. കാരണം അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതായത് എല്ലാ കഴിവുണ്ടായിട്ടും ബാബയുടെ വേണമെങ്കിൽ മൊത്തം യജ്ഞത്തെ സംരക്ഷിക്കാനുള്ള പറഞ്ഞാൽ എല്ലാ എബിലിറ്റീസ് അവരിൽ ഉണ്ടായിട്ടും എല്ലാ കഴിവുകൾ ഉണ്ടായിട്ടും ചെയ്യാൻ അവർ ഒരുക്കല്ല എങ്കിൽ അതും ഡ്രാമ. और एक और बात कि बाबा कहता है कि ड्रामा के पट्टे पर चलो. ബാബ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഡ്രാമയുടെ പാലത്തിന്മേൽ നടക്ക്. पट्टा समझते? ട്രെയിൻ പാലുണ്ടല്ലോ, ആ പാലത്തിന്മേൽ നടക്കുന്ന ബാബ പറയാറില്ലേ? ट्रेन का ट्रैक होता है ना. अब अगर ट्रेन ट्रैक से उतर जाएगी तो क्या होगा? ട്രെയിൻ ട്രാക്ക് തെറ്റിപ്പോയാൽ, ബോഗി തെറ്റിപ്പോയാൽ എന്താ സംഭവിക്കുക? है ना, गिर जाएगी, एक्सीडेंट हो जाएगा. उसी तरह से कई बार क्या होता है कि बाबा कहता है कि ड्रामा अनुसार, वर्तमान समय अनुसार, मेरे भाग्य अनुसार मुझे जो मिला है मैं उसमें संतुष्ट रहूं. അതുപോലെ തന്നെ ട്രെയിൻ ട്രാക്കിൽ ചലിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ഈ ജീവിതം പോകേണ്ടത്. അതായത് ചിലപ്പോൾ നമുക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടണമെന്നൊന്നുമില്ല, പക്ഷെ എൻ്റെ ഈ ജീവിതത്തിൽ എന്താണോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് എൻ്റെ ഭാഗത്തേക്ക് കിട്ടിയതാണ്, അത് ഡ്രാമ അനുസരിച്ചാണ്, അതെൻ്റെ ഭാഗ്യാനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നടക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. अब हम क्या सोचते हैं कि हम ड्रामा के पट्टे से उतरकर, अब ड्रामा मुझे लेकर जा रहा है माउंट आबू की तरफ, आबू की तरफ पट्टा वहां लेके जा रहा है कि तुम ब्राह्मण लाइफ जियो ना और अपना ज्ञान योग में आगे जाओ. अब मैं ड्रामा के पट्टे से उतरकर माया नगरी की तरफ अट्रैक्ट हो रही हूं तो क्या होगा? एक्सीडेंट होगा. അതായത് ഏതുപോലെ ട്രെയിൻ ട്രാക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാൽ പോലും അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കാറുണ്ട് എന്നതുപോലെ ബാബ പറഞ്ഞു, നിങ്ങൾ ഡ്രാമയുടെ ആ ട്രാക്കിന്മേലെ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഡ്രാമയാകുന്ന ഡ്രാമ നമ്മളെ ആ ട്രാക്കിലൂടെ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ മധുബനത്തിലേക്ക് ആയിരിക്കാം കൊണ്ടുപോകും, മൗണ്ട് ആബുലേക്ക്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഇടയ്ക്ക് നമ്മുടെ സങ്കല്പങ്ങൾ തെറ്റിയിട്ട് ഡ്രാമ പറയണ നീ ജ്ഞാനയോഗത്തിൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ പതുക്കെ നമ്മളുടെ മനസ്സ് വഴുതി മായാനഗരിയിലേക്കാണ് ഞാൻ ആകർഷിക്കപ്പെടുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ആക്സിഡന്റ് സംഭവിക്കും. है ना. तो
हमारे जीवन में जो भी आसपास घटनाएं घट रही हैं, जो भी हो रहा है ना, एक होता है कि पुरुषार्थ करना, है ना, वो बात ठीक है कि हम पुरुषार्थ करते ही हैं, लेकिन कहीं ना कहीं ड्रामा अनुसार जो हो रहा है मुझे उसको स्वीकार करते हुए आगे बढ़ना है. അതായത് നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാത്തതും സംഭവിക്കും, നമ്മൾ ആഗ്രഹിക്കാത്തതും സംഭവിക്കും, പലതും നമ്മുടെ പിടിയിലല്ലായിരിക്കാം. പക്ഷെ എന്ത് തന്നെ മുന്നിൽ സംഭവിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഡ്രാമ അനുസരിച്ച് നടക്കുകയാണ്. ആ ഒരു ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുക തന്നെ വേണം. जैसे आपने देखा होगा कई बार हम कुर्सी पे बैठते हैं, कहीं जाते हैं, फिर उसके बाद हम सोचते हैं नहीं ये वाली नहीं वो वाली कुर्सी ज़्यादा अच्छी है ना, फिर उधर बैठ जाते हैं, फिर सोचते हैं नहीं जहाँ पहले बैठे थे वही ज़्यादा ठीक थी, फिर तो वहाँ पर तो कोई और बैठ गया. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ തന്നെ ഉണ്ടാവാറില്ലേ? നമ്മൾ ആദ്യം ഒരു ചെയറിലിരിക്കും, അവിടെ ഇരുന്നിട്ട് മറ്റൊരാൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഇതിനേക്കാളും നല്ല സീറ്റ് അപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടും, പിന്നെ ഓർക്കും ഇല്ല നേരത്തെ ഇരുന്ന സീറ്റേ നല്ലതെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് അവിടത്തേക്ക് വരും. तो ड्रामानुसार बाबा ने मुझे जहाँ बिठाया है, मेरी विशेषताओं अनुसार, मेरे गुणों अनुसार, जहाँ बाबा ने जिस सेवा के निमित्त जहाँ मुझे बिठाया है वो मेरे लिए परफेक्ट है. हम सोचते हैं, हम दूसरों से कंपेयर करते हैं कि नहीं देखो उसको ज़्यादा अच्छा मुझे कम. अब मैं क्या कर रही हूँ, मैं ड्रामा के पट्टे से उतरकर ना दूसरी तरफ जाने की कोशिश कर रही हूँ, तो क्या होता है, अवस्था खराब होती है. അതായത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സീറ്റ് കണ്ട് അപ്പുറത്ത് ചാടുക, അപ്പുറത്തെ സീറ്റ് കണ്ട് വീണ്ടും അപ്പുറത്തേക്ക് ചാടുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ വരാറുള്ളത്. അതായത് ബാബ ഓരോരുത്തർക്കും അവരവരുടെ വിശേഷത, അവരിലെ ഗുണങ്ങൾ, അവരുടെ കഴിവുകൾ കണ്ടിട്ടാണ് ഓരോ സേവയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യത്തിന് വേണ്ടി നിമിത്തമാക്കുന്നത്. പക്ഷെ നമ്മുടെ ആ സ്ഥിരം പല്ലവി ഉണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യുക, മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. അവർക്ക് എന്നേക്കാൾ കൂടുതൽ അവസരങ്ങൾ കൊടുത്തു, എന്നെ ഇവിടെ ഈ സേവയ്ക്ക് വേണ്ടി നിർത്തി, അപ്പൊ എനിക്കും കഴിവുണ്ടല്ലോ എന്ന് വിചാരിച്ച് പതുക്കെ നമ്മൾ ഈ ട്രാക്ക് തെറ്റിട്ട് അപ്പുറത്തേക്ക് ചാടാൻ നോക്കുക. അപ്പോഴെന്താ സംഭവിക്കുക, നമ്മുടെ അവസ്ഥ പൂർണ്ണമായിട്ടും കുളമാകും, പൂർണ്ണമായിട്ടും മോശമാകും. तो इसीलिए ड्रामा के हम पट्टे पर चलते रहें, जो बाबा ने मुझे दिया है उसमें अपने आप को खुश संतुष्ट रखें, दूसरों से कंपेयर ना करें, दूसरों से कंपटीशन ना करें, खींचातान में नहीं जाएं, है ना. ये सब करने से हम क्या कर रहे हैं ना, ड्रामा के पट्टे से उतर रहे हैं, है ना. तो उससे क्या होगा, एक्सीडेंट माना, अब वैसा एक्सीडेंट नहीं लेकिन डिस्टर्बेंस, है ना. कई बार हमने देखा है कि आपस में भी स्टूडेंट्स की भी आपस में खींचातान चलती, कई बार सेंटर की भी आपस में. तो ये जो खींचातान है ना, ये क्यों है, क्योंकि हम ड्रामा के राज को, कि ड्रामा के पट्टे पर नहीं चल रहे हैं. हम ड्रामा के पट्टे से उतरकर इस खींचातान में, कंपटीशन, कंपैरिजन में आ रहे हैं. तो उसमें हम खुद भी डिस्टर्ब होंगे और दूसरों को भी डिस्टर्ब करेंगे, और जो हमारा लक्ष्य है अवस्था बनाने का, वो अवस्था से हम डगमग हो जाएंगे, वो हम अपनी मंजिल तक नहीं पहुंच पाएंगे. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഡ്രാമ എന്നുള്ള ട്രാക്കിലൂടെ നടക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും അതിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ബാബ എനിക്ക് എന്ത് ഗുണമുണ്ടോ വിശേഷതയുണ്ടോ അതിനനുസരിച്ച് എനിക്ക് ആ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്ത് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ഈ ജീവിതത്തിൽ അതിൽ ഞാൻ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക, പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനോ ഇനി മറ്റുള്ളവരായിട്ട് കോമ്പറ്റീഷനിൽ വരാനോ അഥവാ മറ്റുള്ളവർ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അവരുടെ കാല് പിടിച്ച്
പിന്നോട്ട് വലിക്കാനോ അത്തരത്തിൽ നിൽക്കാതെ, കാരണം ഇപ്പോൾ നമുക്കറിയാലോ ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലും കൂടി ഇങ്ങനെയുള്ളൊരു പിടിവലിയുണ്ട്. സിസ്റ്റർ ഒരു സേവ കൊടുത്താൽ പിന്നെ അവർക്ക് എന്താ ഇവർക്ക് എന്താ എന്നുള്ള അവസ്ഥ. അതുപോലെ സെൻറ്ററിലും കൂടി എന്ത് സംഭവിക്കാറുണ്ട്, പിടിവലികൾ സംഭവിക്കാറുണ്ട്. എൻ്റെ സെൻറ്റർ അവർ പല രീതിയിലുള്ള ഈ പിടിവലി ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ കാര്യത്തിലോ ഈ കോമ്പറ്റീഷനിൽ പെട്ട് അല്ലെങ്കിൽ പിടിവലിയിൽ പെട്ട് എൻ്റെ അവസ്ഥയെ മോശമാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഡ്രാമയാകുന്ന ട്രാക്കിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ലക്ഷ്യം എന്താണോ ബാബ നൽകിയത് ആ ലക്ഷ്യത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് എത്താൻ എന്നെ കൊണ്ട് സാധിക്കാതാകും. നമ്മൾ അവിടെ വഴുതിപ്പോകും. ഓം ശാന്തി.